എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും. ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനിക്കുക. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ലജ്ജിക്കാതെ മനുഷ്യരാലുള്ള മാനത്തേക്കാൾ ദൈവത്താലുള്ള മാനം വലുതെന്ന് എണ്ണുക. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. വചനത്തെ നാം മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും. വചനത്തെ നാം തള്ളിയാൽ, വചനത്തെ നാം വില കുറച്ച് കണ്ടാൽ, വചനത്തെ തള്ളുന്നവനെ ദൈവവും തള്ളിക്കളയും. എന്താണ് വചനം? വചനം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നാം നടക്കരുത് എന്നുള്ളതാണ്. എന്താണ് വചനം? പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്നതാണ് വചനം. ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കണം എന്നതാണ് വചനം. എന്താണ് വചനം? നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ ദൈവം അതിനെ ഹിമം പോലെ വെളുപ്പിക്കും എന്നതാണ് ദൈവത്തിൻ്റെ വചനം. സൗജന്യമായി ദൈവം നിങ്ങളെ നീതീകരിക്കുകയാണ്. സൗജന്യമായി ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുകയാണ്. ഒരു കണ്ടീഷൻ മാത്രമാണ് ദൈവം വെച്ചിരിക്കുന്നത്: മാനസാന്തരപ്പെടുക. നിങ്ങളുടെ തെറ്റുകളെ തിരിച്ചറിയുക, തെറ്റുകളെ ഉപേക്ഷിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതെ, അതാണ് ശുദ്ധീകരണത്തിൻ്റെ വചനം. പാപമില്ലെന്ന് നാം പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. എന്നാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമായ ദൈവമാണ്. വചനത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. എന്താണ് വചനം? ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനും ഉണ്ട്. എന്താണ് ദൈവത്തിൻ്റെ വചനം? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ ഒരുവൻ അവതരിച്ചു. യേശു നമ്മുടെ രക്ഷകനാണ്. യേശു മാത്രമാണ് വഴി. പാപികൾക്ക് വേണ്ടി മരിച്ചവൻ ഒരുവൻ മാത്രമാണ്. പാപമോചനം നൽകുന്നവൻ ഒരുവൻ മാത്രമാണ്. നിത്യജീവൻ നൽകുന്നവൻ ഒരുവൻ മാത്രമാണ്. യേശുക്രിസ്തുവാണ് സത്യ ദൈവം. അതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് പകൽ ദൈവം നിങ്ങളെ മാനിക്കും. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സൗജന്യമാണ്. എന്തൊരു സ്നേഹമാണ് ദൈവത്തിന് നമ്മോട്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു. നാം ഏൽക്കേണ്ട ശിക്ഷയെല്ലാം അവൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചു. ഇതല്ലേ സ്നേഹം? ഈ വചനത്തെ, പാപം മോചിക്കുന്ന, നിത്യജീവൻ നൽകുന്ന, സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന ഈ ദൈവവചനത്തെ സ്വീകരിക്കുന്നവനെ, ബഹുമാനിക്കുന്നവനെ, അനുസരിക്കുന്നവനെ ദൈവം മാനിക്കും. ഈ വചനങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്നവനെ, മനുഷ്യരുടെ നടുവിൽ ദൈവവചനങ്ങൾ ഏറ്റുപറയുവാൻ നാണിക്കുന്നവനെ, മനുഷ്യരാലുള്ള മാനത്തെ വലുത് നിന്നുന്നവനെ
ദൈവം തള്ളിക്കളയും. ദൈവവചനത്തെ മാനിച്ചാൽ നമുക്ക് മാന്യതയുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.